ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് മൂന്നാമത്തെ കൽപ്പനയായ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. എങ്ങനെയാണ് നമ്മൾ ഞായറാഴ്ച നന്മ ചെയ്യുവാൻ ഉപയോഗിക്കേണ്ടത്, ഞായറാഴ്ച എത്രമാത്രം വിശുദ്ധമായിട്ടുള്ള ഒന്നാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കർത്താവിൻ്റെ ദിനം എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. ഇന്ന് നമുക്ക് എങ്ങനെയൊക്കെ നന്മ ചെയ്യാം എന്ന് കാണാൻ പോവുകയാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അതിന് മുന്നോടിയായി ഒരു ചെറിയ പാട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ വലിയൊരു ആശയമായിരുന്നു, ഞാൻ ഈശോയുടെ കയ്യിലെ പന്താണ്, ഈശോയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ കളിച്ചോട്ടെ, എനിക്കറിയാം ഏറ്റവും അവസാനം ഈശോ എന്നെ കയ്യിലെടുക്കും. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച ആചരണത്തിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ചിന്ത, എനിക്ക് ഒരു ദൈവമുണ്ട്, ആ ദൈവത്തോട് എനിക്ക് നന്ദിയുള്ളവനാണ്, ദൈവത്തിനോട് എനിക്ക് യാചിക്കാം, ദൈവത്തിനോട് എനിക്ക് കാര്യങ്ങൾ പറയാം. ഈ ഒരു വലിയ ബോധ്യം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഞായറാഴ്ചത്തെ ആചരണങ്ങൾ, ഞായറാഴ്ചത്തെ ദിനം ദൈവത്തിനല്ലാതെ മറ്റൊന്നിനും നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. ദൈവമാണ് എല്ലാം. ദൈവത്തിന് ചിലപ്പോൾ നമുക്ക് ചില ആഴ്ചകളിൽ ബുദ്ധിമുട്ടുകളുണ്ടാവാം, ചില ആഴ്ച സന്തോഷം കൂടുതലുണ്ടാവാം. ആ ഏറ്റവും അടുത്ത ഞായറാഴ്ച നമ്മൾ ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞയാഴ്ച കിട്ടിയ സന്തോഷങ്ങളും കഴിഞ്ഞയാഴ്ചത്തെ ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവത്തോട് പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ദൈവ മക്കളായി അടുക്കുകയാണ്. അതുകൊണ്ട് ഈ പാട്ടിൻ്റെ ലിറിക്സ് ഞാൻ പാടിത്തരാം. നിങ്ങൾ എഴുതിയെടുക്കണം, പഠിക്കണം, വീട്ടിൽ പാടി കേൾപ്പിക്കണം. യേശുവിൻ്റെ കൈകളിലെ പന്തുകളല്ലോ നമ്മൾ, അവൻ വലിച്ചെറിയും, പിന്നെ ആഞ്ഞടിക്കും, പിന്നെ തട്ടി 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 തട്ടിക്കളിക്കും. യേശു വലിച്ചെറിഞ്ഞാലും അടിച്ചാലും തട്ടി 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 കളിച്ചാലും ഭയമരുതേ തെല്ലും ഭയമരുതേ, ഭയമരുതേ തെല്ലും ഭയമരുതേ. എല്ലാം കഴിയുമ്പോഴേശു സ്നേഹമോടെ തട്ടി 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 പന്ത് കയ്യിലെടുക്കും, തഴുകിടുമേ നെഞ്ചിൽ ചേർത്തിടുമേ, തഴുകിടുമേ നെഞ്ചിൽ ചേർത്തിടുമേ. ഈ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാവണം. ഇതിനൊരു ചെറിയ ആക്ഷനുണ്ട്, ഞാൻ കാണിച്ചു തരാം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നല്ല കുട്ടികളായ സ്മാർട്ടായിട്ടുള്ള നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ പറയണം, ഞാൻ ഈശോയുടെ കയ്യിലെ പന്താ, ഈശോ ഇഷ്ടമുള്ള പോലെ എന്നെ കളിച്ചോട്ടെ, അവസാനം എന്നെ ഈശോ എടുത്ത് ചുംബിക്കും. ഈ കൊച്ചു ത്രേസ്യ പുണ്യവതിയോട് ചേർന്ന് വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്ന, ആഗ്രഹിക്കുന്ന നമുക്കും ഈ പാട്ട് പാടാം. യേശുവിൻ്റെ കൈകളിലെ പന്തുകളല്ലോ നമ്മൾ, അവൻ വലിച്ചെറിയും, പിന്നെ ആഞ്ഞടിക്കും, പിന്നെ തട്ടി 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 തട്ടിക്കളിക്കും. യേശു വലിച്ചെറിഞ്ഞാലും അടിച്ചാലും തട്ടി 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 കളിച്ചാലും ഭയമരുതേ തെല്ലും ഭയമരുതേ, ഭയമരുതേ തെല്ലും ഭയമരുതേ. എല്ലാം കഴിയുമ്പോഴേശു സ്നേഹമോടെ തട്ടി 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 പന്ത് കയ്യിലെടുക്കും, തഴുകിടുമേ നെഞ്ചിൽ ചേർത്തിടുമേ, തഴുകിടുമേ നെഞ്ചിൽ ചേർത്തിടുമേ. ഈ പാട്ട് നിങ്ങൾ പാടി നല്ല സന്തോഷത്തോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഞായറാഴ്ച നന്മ ചെയ്യുന്ന ദിനമായിട്ട് മാറണം എന്ന്
ഞാൻ പറഞ്ഞു. കാരുണ്യ പ്രവർത്തികൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ശാരീരികമായിട്ട് പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, ആധ്യാത്മിക തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ. നമുക്ക് ഞായറാഴ്ചകളിൽ എങ്ങനെയൊക്കെ നന്മ പ്രവൃത്തി ചെയ്യാം എന്ന് ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് ചിന്തിക്കുക. അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ പറ്റുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഞായറാഴ്ച ദിനാചരണം കൂടുതൽ അർത്ഥവത്താവും. നിങ്ങൾക്ക് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാവും. ഒരു ക്രിസ്ത്യാനിയായിട്ട്, ഒരു നല്ല ചെറുഷ്മ മിഷീലിംഗ് അംഗമായിട്ട്, നല്ല ഒരു മിടുക്കനായിട്ടുള്ള, ഈശോയെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വരുന്ന ഒരു കുഞ്ഞായിട്ട് നമുക്ക് തന്നെ തോന്നും. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നിർമ്മിക്കുവാൻ സഹായിക്കുന്നത്, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത്, അവശരെ സഹായിക്കുന്നത്, മരിച്ചവരെ അടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളാണ്. ശവസംസ്കാരത്തിൽ പങ്കെടുത്ത് ആ മൃതശരീരത്തോട് ബഹുമാനം കാണിക്കുക. അല്ലാതെ നമ്മൾ മരിച്ചെടുക്കിന് ശവസംസ്കാര ചടങ്ങിൽ അനാവശ്യമായിട്ടുള്ള വർത്തമാനം പറയുവാനല്ല നമ്മൾ പോകുന്നത്. ആ വ്യക്തിയോടുള്ള ആദരവ് പ്രകടമാക്കുക. അവശരെ സഹായിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുണ്ട് പാവപ്പെട്ടവർ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ. അവരെയൊക്കെ സഹായിക്കുവാൻ നമ്മൾ ശ്രമിക്കണം, സാധിക്കുന്നത് പോലെ. രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത് ചെറുഷ്മ മിഷീലിംഗിൻ്റെയും തിരുബാല സഖ്യത്തിൻ്റെയൊക്കെ ഭാഗമായി ജയിൽ സന്ദർശനമൊക്കെ ചില ഇടവുകളിൽ ക്രമീകരിക്കാറുണ്ട്. ജയിലിൽ ചെല്ലുമ്പോൾ അവർക്കൊരു പാട്ട് പാടി കേൾപ്പിക്കുവാനും അവരോടൊന്ന് സംസാരിക്കുവാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ ഈ കാരുണ്യ പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ മറ്റു മതത്തിലുള്ള ഒരു തടവ് പുള്ളി, അദ്ദേഹത്തിന് നമ്മളുടെ ഒരു പാട്ടും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെയൊക്കെ സാമീപ്യവും ഈശോയെ കൂടുതൽ അറിയുവാൻ അവസരമൊരുക്കും എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. പാർപ്പിടം ഇല്ലാത്തവർക്ക് പാർപ്പിടം നിർമ്മിക്കുവാൻ സഹായിക്കാം. ചില ഇടവുകളിൽ വീട് വെച്ച് കൊടുക്കുവാൻ ഓരോ ചെറിയ കുടുക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾ ചിലത് വേണ്ടാന്ന് വെച്ചിട്ട് അതിൽ 1 രൂപയും 2 രൂപയും 5 രൂപയും 10 രൂപയും ഒക്കെ സമ്പാദിച്ച് ഇടുമ്പോൾ അത് വലിയൊരു നന്മ, കാരുണ്യ പ്രവർത്തനമാകുന്നു എന്ന് ഓർക്കുക. നമ്മൾ വലിയ സഹായങ്ങൾ ചെയ്യുന്നതിനേക്കാളും പലരും കൂടി വലിയ സഹായം ചെയ്യുന്നത് നന്മയാണല്ലോ. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്. നമുക്ക് ഒത്തിരി ഡ്രസ്സുണ്ട്, ചിലത് നമ്മുടെ സൈസിന് ചേരുകയില്ല, എന്നാൽ പുതിയതാണ്, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകൾ നല്ല തേച്ച് അലക്കി വൃത്തിയാക്കി കൊടുത്താൽ അത് ഒന്നുമില്ലാത്തവർക്ക് വലിയ സഹായമാകും. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നതും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും എളുപ്പമുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ കരച്ചിൽ വിശപ്പിൻ്റെ കരച്ചിലാണ്. 42 കോടി ജനങ്ങൾക്ക് 2 നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ഒരു രാജ്യത്താണ് നാം ഭക്ഷണം കഴിക്കുന്നത്. ഈ 42 കോടി ജനങ്ങളെയും നമ്മൾ ഓർക്കണം. അതിനാൽ ഭക്ഷണം അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കരുത്. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യണം. വെള്ളം അനാവശ്യമായി കളയരുത്. പല്ല് തേക്കുമ്പോഴായിക്കോട്ടെ, കുളിക്കുമ്പോഴായിക്കോട്ടെ, വെള്ളം അനാവശ്യമായിട്ട് കളയുന്ന ശീലം നമുക്കുണ്ടാവരുത്. ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ട നന്മകളാണ്. ഇനി ആധ്യാത്മികമായിട്ട് നോക്കുമ്പോൾ കുട്ടികൾക്ക്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അറിവില്ലാത്ത കുട്ടികൾക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത് ഫ്രീ ആയിട്ട്, ഞായറാഴ്ച അതിനുവേണ്ടി സമയം. ഇന്നുവരെ മോഷ്ടിക്കാത്ത ഒന്നാണ് അറിവ്. നമുക്കറിയാവുന്ന കാര്യം അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്താൽ വലിയ കാര്യമാണ്. സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത്, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൂടുതൽ വിശദീകരിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത്, ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്, അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ പഠിക്കണം. നിങ്ങൾ നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കണം.
സിറോ മലബാർ സഭയിൽ കടപ്പെട്ട ദിവസങ്ങളായിട്ട് പറയുന്നത് ക്രിസ്മസ്, ഈശോയുടെ പിറവിത്തിരുന്നാൾ ദിനം. ഞായറാഴ്ച ഏത് രീതിയിലാണോ നമ്മൾ ആചരിക്കുന്നത് അതുപോലെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് അതേ പ്രാധാന്യത്തോടെ കാണണം. ആ ദിനങ്ങളെയാണ് കടമുള്ള ദിവസങ്ങളായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മരണത്തിരുന്നാൾ ദുഃഖറാന എന്നാണ്. ജൂലൈ 3 നമുക്ക് കടമുള്ള ദിവസമാണ്. സിറോ മലബാർ സഭയിലെ ഓരോ കുഞ്ഞും വളരെ വിശുദ്ധമായി ആചരിക്കേണ്ട ദിനമാണ്. അതുപോലെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം. അന്നത്തെ ദിനം ഒരേ ദിവസം വരുന്നുവെങ്കിൽ പോലും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കടമുള്ള ഒരു ദിനമാണ് ഓഗസ്റ്റ് 15. ആ കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ ആചരണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ജനുവരി 6, വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ജൂൺ 29. തീർച്ചയായിട്ടും ഈ സ്ലീഹന്മാരെ, അവരുടെ തീഷ്ണതയെ ഒക്കെ ഓർക്കേണ്ടതും അവർ സഭയ്ക്ക് നൽകിയ സംഭാവനകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനൊക്കെ ഈ ദിനം ഇതുപോലെ നല്ല തീഷ്ണതയുള്ളവരായിട്ട് നമുക്ക് മാറുകയും ചെയ്യണം. ഹൃദയത്തിൽ അഗ്നിയും കാലുകളിൽ ചെറുകുമായിട്ട് ഈശോയെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ കൊടുക്കുവാൻ നമുക്ക് തയ്യാറാവാം. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ഉയർപ്പ് 6-ാം ഞായർ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച. ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ കുറിക്കണം. ഇത് നമ്മുടെ വീട്ടിൽ എഴുതി ഒട്ടിച്ചു വെക്കണം. ഈ ദിനങ്ങളിൽ ഒരുപോലെ എല്ലാവരും ഞായറാഴ്ച എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണോ കാണുന്നത് അതുപോലെ കാണുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ 4-ാമത്തെ പാഠത്തിൽ 3-ാമത്തെ കൽപ്പനയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയായിരുന്നു. അതിൽ സാബത്ത് പഴയ നിയമത്തിൽ എപ്രകാരമായിരുന്നു, പുതിയ നിയമത്തിൽ സാബത്ത് ആചരണം എപ്രകാരമാവണമെന്ന് ഈശോ പഠിപ്പിച്ചു. കർത്താവിൻ്റെ ദിനം എന്നുള്ള അപ്പസ്തോലിക ലേഖനത്തിൽ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു, ഓരോ ഞായറാഴ്ചയും ഓരോ ഈസ്റ്റർ ദിനമായി മാറട്ടെ എന്ന്. അതിൻ്റെ പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിച്ചു. നമുക്ക് ഞായറാഴ്ച ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ കടമുള്ള ദിവസങ്ങൾ, ആ കടമുള്ള ദിവസങ്ങൾ അർത്ഥവത്തായി നല്ല രീതിയിൽ നമുക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ പാലിക്കാം. ഈ കൽപ്പനകളെക്കുറിച്ചുള്ള അറിവ് നിൻ്റെ ക്രൈസ്തവ ജീവിതത്തിന് ബലം നൽകട്ടെ. ഓരോ കൽപ്പനകളും ഈശോ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നൽകിയതാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നമുക്ക് മുന്നേറാം. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആഴത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി നല്ല ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ ഈശോയെ, അങ്ങയുടെ ഉത്ഥാനത്തെപ്പറ്റി ധ്യാനിക്കുവാനും ഉത്ഥാന മഹത്വത്തിൽ പങ്കാളികളാകുവാനും ഉപകരിക്കുന്ന വിധത്തിൽ ഞായറാഴ്ച ആചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് കൂടുതൽ തീഷ്ണതയുള്ള വ്യക്തികളായിട്ട് ഈശോയെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് അറിയിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ ഉപകരണമാക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.